നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചേച്ചി, കഴിഞ്ഞ ദിവസമാണ് UAE-യിൽ ഒരു മലയാളിയായിട്ടുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്തതിന്റെ കാരണമായിട്ട് പറയുന്നത് അവരുടെ പല വിധത്തിലുള്ള വീട്ടിലെ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല, ഭർത്താവുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെ അവർ വലിയ പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പറഞ്ഞവസാനിപ്പിച്ച് നമുക്കൊരു ഒരു വേർപിരിയൽ, സുഗമമായ വേർപിരിയൽ എന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ കുട്ടികൾ എത്തുന്നില്ല. അതും എന്തോ വലിയ പ്രശ്നമാണ് എന്ന സമൂഹത്തിന്റെ ഒരു പൊതുബോധം ഇപ്പോഴും പെൺകുട്ടികളെ വിടാതെ പിന്തുടരുന്നു. എന്നിട്ട് ജീവൻ അവസാനിപ്പിച്ചു കളയുന്നു എന്നത് എത്രമാത്രം ഒരു ദാരുണമാണ്. തീർച്ചയായും പാർത്താൻ, ഇപ്പോഴും നമ്മൾ ഒരുപാട് വികസിച്ചു, സ്ത്രീകൾ ഒരുപാട് മേഖലകളിൽ പുരോഗമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും വിവാഹമോചനം എന്നതിനെയൊന്നും അംഗീകരിക്കാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് എത്ര ശതമാനം പേർക്ക് കഴിയുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട്. നമുക്കറിയാം, നമ്മളൊരു സ്ഥലത്ത് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ, രണ്ട് വ്യക്തികളൊക്കെ ഒന്നാവുന്ന ഒരു പ്രക്രിയ. അത് രണ്ട് വ്യക്തികളുടെ ജീവിത രീതി വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള രണ്ടുപേരാണ് വിവാഹത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചിലപ്പോ ഒരു പക്ഷേ ഒരുമിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് പണ്ട് നമ്മൾ പറയുമായിരുന്നു, ഈ കുടുംബത്തിന്റെ സാഹചര്യം അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യം ഒക്കെ നോക്കണം, അതൊരു പാറ്റേൺ നിർബന്ധമാണ് എന്ന് പറയുമായിരുന്നു. ഇപ്പൊ ആ പാറ്റേൺ ഒന്നും അങ്ങനെ വലിയ നല്ല ഫാമിലി, അല്ലെങ്കിൽ നല്ല അച്ഛന്റെ അമ്മയുടെ ഉദ്യോഗസ്ഥരുടെ മക്കളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ചൊക്കെ അത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥരുടെ മക്കളാണെങ്കിൽ അവർ സഫർ ചെയ്തിട്ടുള്ളത് മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെയൊന്നും അല്ല വിവാഹങ്ങൾ നടക്കുന്നത്. പല കുട്ടികളും എടുത്തുചാട്ടമാണ്. വളരെ ചെറുപ്പത്തിലാണ് ഇപ്പൊ വിവാഹം. ചില കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ചെറിയ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഒരു പയ്യനും കണ്ട് കല്യാണം കഴിച്ചിട്ട് സ്കൂളിൽ പോകുന്ന 5 കിലോ അരി കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഒക്കെ കാണാനിടയായി സോഷ്യൽ മീഡിയയിൽ. അപ്പോ പ്രത്യേകിച്ച് ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ നടക്കുന്ന പല കല്യാണങ്ങളും സ്വന്തമായി തന്നെ കുട്ടികൾ താല്പര്യമെടുത്ത് കല്യാണം കഴിക്കുന്ന. പണ്ടൊക്കെ എന്ന് വെച്ചാൽ വീട്ടുകാർ ബഹളം വെച്ച് കല്യാണം കഴിപ്പിക്കുമായിരുന്നു. അന്നും സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ എങ്കിൽ പോലും വീട്ടുകാര് അംഗീകരിച്ച് നടത്തുന്ന കല്യാണങ്ങൾ കുറച്ചുകൂടി ഒരു ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു ബോധം കാണുന്നു. പക്ഷെ അല്ലാത്ത കല്യാണങ്ങളിൽ അതില്ലാതെ വരുന്നു. പിന്നെ ഈ വീടുകളിൽ പെൺകുട്ടികളെ വളർത്തുന്ന രീതി, അതായത് വിവാഹമാണ് ജീവിതത്തിലെല്ലാം, അത് എന്തെങ്കിലും തകരാറിലാവുകയോ അല്ലെങ്കിൽ വിവാഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്താൽ എല്ലാം തകർന്നു. വിവാഹം കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലാണ് കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. ആ അപ്ബ്രിങ്ങിന്റെ ഒരു പ്രശ്നം വലിയ രീതിയിലുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നമുക്ക് ഒത്തുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷെ തീരെ നിവൃത്തിയില്ല, നമ്മുടെ ജീവിതമാണ് അവിടെ തകരാറിലാവാൻ പോകുന്നതെങ്കിൽ നമുക്കത് ബോധ്യം വന്നാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്ന് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ പറയട്ടെ, രണ്ട് സാഹചര്യങ്ങളിലോ വിവാഹം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എല്ലാ രീതിയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു രീതിയിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഒന്നിച്ചു പോകാൻ കഴിയുമെങ്കിൽ ഒന്നിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ലെങ്കിൽ പരസ്പരം ശത്രുത ഉണ്ടാക്കാതെ പരസ്പരം അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതുകൊണ്ട് ഒരു സമാധാനം രണ്ടുപേർക്കും ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഈ വിവാഹമോചിതരാകുന്നവരുടെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ സഫർ ചെയ്യപ്പെടുന്നത് എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛനായാലും അമ്മയായാലും ആയിക്കൊള്ളട്ടെ, അല്ലെ അങ്ങനെ വിവാഹമോചനം ചെയ്താൽ, ഞാൻ പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും കൂടിയാണ് കുട്ടികൾ. അപ്പോ ഈ വിവാഹമോചനം ഉണ്ടായാൽ, ഇപ്പൊ ഗുരുതരമായ പ്രശ്നങ്ങളില്ലെങ്കിൽ, ഇപ്പോ മദ്യപിക്കുന്ന അച്ഛൻ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന അമ്മ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഈ ലഹരി ഉപയോഗിക്കുന്ന അമ്മ, അങ്ങനെയൊക്കെ ഇപ്പൊ അമ്മയെ കൂടി പറയണം. കാരണം പണ്ട് കാലത്തെ പോലെയല്ല, പണ്ട് കാലത്തെക്കാട്ടിൽ കൂടുതൽ സ്ത്രീകൾ ഇപ്പോ മദ്യവും മയക്കുമരുന്നിലേക്കും ഒക്കെ അഭയം പ്രാപിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ഘട്ടം ഇല്ലെങ്കിൽ, കുട്ടികളെ ഹാം ചെയ്യാത്ത, കുട്ടികളെ സ്നേഹിക്കുന്ന, കുട്ടികളോട് കൺസേൺ ഉള്ള മാതാപിതാക്കൾ പരസ്പരം പൊരുതാതെ കുട്ടികളെ ഒരുമിച്ച് വളർത്താൻ, അത്തരത്തിലുള്ള, ഇപ്പൊ എല്ലാ മാതാപിതാക്കൾക്കും അത് കഴിഞ്ഞു എന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ചപ്പോ, ഒരാൾ മദ്യപാനിയാണ്, സ്ഥിരം മദ്യപാനിയാണെങ്കിൽ തന്റെ കുട്ടിയെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്നത് സേഫ് അല്ലെങ്കിൽ അത് ചെയ്യരുത്. പക്ഷെ അല്ല എങ്കിൽ, സേഫ് ആണെങ്കിൽ, തന്റെ കുട്ടി രണ്ട് ഭാഗത്ത് നിന്നാലും സേഫ് ആണെങ്കിൽ, നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ കുട്ടികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയും കൂടി ചേർന്ന് തന്നെ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ അമ്മയുടേതാണ്, അല്ലെങ്കിൽ കുട്ടികൾ ഏതെങ്കിലും തിരിച്ചാണെങ്കിൽ അച്ഛനാണെങ്കിൽ അച്ഛന് വേറൊരു ഭാര്യ വന്നാൽ അവർ ഈ കുട്ടികളെ കൈവശപ്പെടുത്തുകയും പിന്നീട് ഒരിക്കലും മറ്റു ഫാമിലിക്ക്, അതായത് വേറെ ആരാണോ ഉള്ളത് അവർക്ക് കുട്ടികളെ കാണാനോ സംസാരിക്കാനോ ഉള്ള ഇടമില്ലാതിരുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ പരസ്പരം നാം ചെയ്യാത്ത ബന്ധമാണെങ്കിൽ തീർച്ചയായും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. കുട്ടികളെങ്കിലും മാനസികാരോഗ്യത്തോടെ വളരാൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തന്റെ കുട്ടി അച്ഛന്റെയും അമ്മയുടെയും ലാളനമേറ്റ് എവിടെയാണെങ്കിലും പരസ്പരം ലാളനമേറ്റ് വളരുന്ന കുട്ടികൾക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു ഘട്ടത്തിൽ കണ്ടതാണ്. ഇപ്പോ സിനിമാ നടി ഉർവശിയുടെ കാര്യത്തിൽ മനോജ് കെ ജയൻ ഒരു കാലത്ത് വലിയ രീതിയിൽ സിനിമാ നടി ഉർവശിയെ ബ്ലെയിം ചെയ്യുകയും കുട്ടിയെ കൊണ്ട് പോവുകയും ചെയ്തതാണ്. പക്ഷെ ഇന്ന് ആ കുട്ടി അമ്മയോടൊപ്പമാണുള്ളത്.
അതല്ലാതുള്ളത് മഞ്ജുവാരുടെ കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരസ്പരം കുട്ടികൾ വളരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യത്തിന് എന്താണോ ശരി, അത് അവരെ, നമ്മളൊരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ മാനസികാരോഗ്യത്തെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കാക്കേണ്ടത്. അവിടെ നമ്മൾ കുശുമ്പും കുന്നായ്മയും കുത്തിത്തിരിപ്പും പറഞ്ഞ് കുട്ടികളെ ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഈ കുട്ടി ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം, വിവാഹമോചനത്തിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. വിവാഹമോചനം നടത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എന്നാണ്. ഞാൻ ധരിച്ചിട്ട് പറ്റാത്തൊരു ബന്ധത്തിൽ വീണ്ടും ട്രോമ അനുഭവിച്ച് തുടരുന്നതിന് നല്ലത് പുറത്തു വന്ന് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കുന്നതാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ ഉടനീളം ഒരു ബന്ധം കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതിന് ചില ഹാർമണികളൊക്കെ വേണം. അത്തരം ഹാർമണികളില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത് നമ്മളെ അസ്വസ്ഥരാക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാക്കും, നമുക്ക് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ഇല്ലാതാക്കും. ഇവിടെ സ്ത്രീധനം അടക്കമുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഈ പെൺകുട്ടി ഷാർജയിൽ ഉദ്യോഗസ്ഥയായിരുന്നു. ഉദ്യോഗസ്ഥയായ ഒരു പെൺകുട്ടിയാണ് ഇയാൾ വിവാഹം കഴിക്കുന്നത്. അപ്പോ ആ സ്ത്രീധനം അടക്കമുള്ള നമ്മുടെ കുട്ടികൾ ഇനി എന്നാണ് സ്ത്രീധനമില്ലാതെ, അല്ലെങ്കിൽ എനിക്ക് ഒന്നും തരാനില്ല, ഉണ്ടെങ്കിൽ പോലും എന്റെ വീട്ടുകാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരും, അല്ലാതെ എന്നെ ഇങ്ങനെ സ്ത്രീധനം കണ്ടുകൊണ്ട്, എന്റെ സ്വർണം കണ്ടുകൊണ്ട്, എന്റെ പണം കണ്ടുകൊണ്ട് വിവാഹം കഴിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എന്നാണ് എത്തുക? പുരുഷന്റെ ധനം നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ചോദിക്കുന്നില്ല. ഒരു പക്ഷേ ഈ സ്ത്രീയുടെ സ്വത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുമ്പോൾ പുരുഷന്റെ വീട്ടിൽ എന്താണുള്ളത്, നിങ്ങളുടെ സ്വത്ത് കൂടി എനിക്ക് അറിയണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നില്ല. പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീക്ക് മാത്രം, ഒരു സ്ത്രീ ആയാൽ അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാവണം, പുരുഷനായാൽ ഇതൊന്നും ആവശ്യമില്ല എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം രണ്ടുപേർക്ക് ജോലി ഉണ്ടാവും. പണ്ട് കാലത്ത് പുരുഷന്മാർക്ക് ജോലി ഉണ്ട്, അവർ പുരുഷന്മാരില്ലാത്തൊരു, പക്ഷേ സ്ത്രീകൾക്ക് സർവൈവിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പണം അടക്കമുള്ള കാര്യം, കാരണം ജോലിക്ക് പോകുന്നില്ല, ഒരു വാഹനം ഓടിക്കാൻ ഉള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് പോകാൻ ഒരു കൂട്ട് വേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നൊന്നുമില്ല. സ്ത്രീകളെല്ലാം ഡ്രൈവിംഗ് അറിയാത്ത സ്ത്രീകൾ എവിടെയാ ഉള്ളത്? പുരുഷന്റെ ആവശ്യം ആകെ ഉള്ളത് എന്ന് പറയുന്നത് ഒരു കുട്ടി ഉണ്ടാവാൻ മാത്രമാണ്, തലമുറ ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ പുരുഷന്റെ ആവശ്യം എന്ന രീതിയിലേക്ക് സ്ത്രീകൾ വളരെ വ്യക്തമായി, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സ്ത്രീകൾ വ്യക്തമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു. അവിടെ പിന്നെ ഇത്രയും ആയ ശേഷം നമ്മുടെ മനോഭാവത്തിൽ എങ്ങനെയാണ് മാറ്റം വരിക? സ്ത്രീധനം കൊടുക്കണം അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങണമെന്ന മനോഭാവത്തിൽ എവിടെയാണ് മാറ്റം വരിക? ഞാൻ തമാശയായി പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞാൻ സ്ത്രീധനം കൊടുത്താണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഞാൻ അയാളോട് പറയും, ഞാൻ പറയുന്നതനുസരിച്ച് അയാൾ ചലിക്കാവൂ എന്ന്. കാരണം ഞാൻ പണം നൽകി, എന്റെ അച്ഛൻ പണം നൽകി വാങ്ങുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ച് ചലിക്കാവൂ എന്ന് പറയുമായിരുന്നു പറയും. ഞാൻ സ്ത്രീധനം കൊടുത്തിട്ടൊന്നുമല്ല കല്യാണം കഴിച്ചത്, അതുകൊണ്ട് പറയാം. അപ്പോ അങ്ങനെ ഒരാൾ എന്നോട് ഡിമാൻഡ് ചെയ്താൽ ഞാൻ തീർച്ചയായും, എന്നോട് വന്നിരുന്നെങ്കിൽ, ഞാൻ പണ്ട്, അതായത് 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ നടന്ന സംഭവം പറഞ്ഞത്, അങ്ങനെ ഒരാൾ ഡിമാൻഡ് ചെയ്താൽ അന്നും ഞാൻ പറയുന്നത് ഇത്രയും ഉള്ളൂ, എന്റെ അച്ഛൻ പണം തരും, പക്ഷെ ഞാൻ പറയുന്നത് പോലെ എന്റെ വീട്ടിൽ വന്ന് താമസിക്കണം, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ജീവിക്കണം എന്ന് ഞാൻ പറയും. കാരണം ഞാൻ പണം വാങ്ങി നൽകുന്ന അടിമയാണ്. പണം നിങ്ങൾക്ക് നൽകി നിങ്ങളെ വാങ്ങുകയാണ് നിങ്ങളുടെ വീട്ടുകാരിൽ നിന്ന്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കണം എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതിനുള്ള ആർജവം ഉണ്ടാകുന്നില്ലേ? ഇവിടെ ഒരു ഭർത്താവ് വേർപെട്ടു പോകുന്നു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ അയച്ചു എന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ കുട്ടി വളരെ സഫർ ചെയ്യുന്നു എന്നാണ് ഇപ്പോ ആ വീഡിയോകളിൽ നിന്നും അല്ല അവർ പുറത്തു വരുന്ന ഓഡിയോകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഭർത്താവിന്റെ അച്ഛനടക്കം ഫിസിക്കലി അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വീണ്ടും തുടരണം, അല്ലെങ്കിൽ അയാൾ ഡിവോഴ്സ് ചെയ്യുന്നതാണ് പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്നത് എന്ത് മനോഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ശശി തരൂർ പറഞ്ഞ ആ സിൻഡ്രോം ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലൊരു പീഡകരോട് ചിലപ്പോൾ ചില കുട്ടികൾക്ക് തോന്നുന്ന ഒരു മനോഭാവം ഒക്കെ ആയിരുന്നു ഇത്തരം ആത്മഹത്യയിലേക്കൊക്കെ പോകും. നമുക്കറിയാലോ വിസ്മയുടെ കാര്യത്തിൽ ആദ്യം ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛന് സമ്മതമായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു വരാൻ, പക്ഷെ എങ്കിൽ പോലും ആ പെൺകുട്ടി തിരിച്ചു വരാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ, അതിന്റെ മരണത്തിലേക്ക് കാരണങ്ങൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിലെ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഈ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും മാനസികമായി ധൈര്യമില്ലാതാവുന്നുണ്ടോ എന്ന സംശയം കൂടി ഇവിടെ ബാക്കിയാവുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തങ്ങളുടെ വീട്ടുകാരെ ആ പെൺകുട്ടി വിളിച്ച് കാര്യം പറയും, ഇന്ന പ്രശ്നമുണ്ട്, ഇവിടെ ഇന്ന ബുദ്ധിമുട്ടുണ്ട്, എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണഗതിക്ക് മാതാപിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു എന്താണ് ഒരു നിർദ്ദേശമുണ്ട്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നീ ഒന്ന് പിടിച്ചു നിൽക്കും.
അല്ലെങ്കിൽ മക്കളുടെ പേരിലെങ്കിലും നീ പിടിച്ചു നിൽക്ക്. അങ്ങനെ പിടിച്ചു നിന്ന് അവസാനം ഒരു കയറിലോ അല്ലെങ്കിൽ ഒരു വിഷത്തിലോ ഒക്കെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന കുട്ടികൾ, പെൺകുട്ടികൾ, അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ പറയുന്ന നിയമപ്രകാരമുള്ള വിവാഹം വേർപിരിയൽ. അതുകൊണ്ടാണ് ഭരണഘടനയിൽ വിവാഹം കഴിക്കുന്നത് പോലെ തന്നെ വേർപിരിയാനുമുള്ള ഒരു ഓപ്ഷൻ കുടുംബ കോടതിയും ഒക്കെ വെച്ചത് എന്നത് ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് അങ്ങ് ആ ഒരു ബോധത്തിലേക്ക് നമ്മളുടെ സദാചാര ബോധം കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഒരു മനുഷ്യൻ എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്യും? ഒരു വിഷയത്തെ എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്യും? ഞാൻ ചോദിക്കുന്നതാ. നമ്മള് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടാവും കുട്ടികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിരന്തരമായി അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മളെ തന്നെ പ്രശ്നത്തിലാക്കും. നമ്മൾ പിന്നീട് ആ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പൊട്ടിത്തെറിക്കാൻ കാരണമാകും ഇങ്ങനെ അഡ്ജസ്റ്റ്. നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു ബന്ധുവും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം എന്ന് പറയുന്നതിനെ ഞാൻ പാടെ എതിർക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം. ഇവിടെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടു. നമ്മുടെ സൂര്യയുടെ വീഡിയോ ആയിരുന്നു. ജ്യോതികയെ പറ്റി, സ്ത്രീകളെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു വീഡിയോ ആണ്. അത് ഒട്ടൊക്കെ കറക്റ്റുമാണ്. കറക്റ്റ് എന്നല്ല, അത് സത്യമായ ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഒരു പുരുഷന് വേണ്ട എല്ലാം വേണ്ട ഒരാളാണ് സ്ത്രീ. പുരുഷന് സുഹൃത്തുക്കൾ വേണം, അതുപോലെ സ്ത്രീക്കും വേണം. പുരുഷന് ജിം ടൈം വേണം, അതുപോലെ ജിം ടൈം വേണം. പുരുഷന് ഗ്യാതറിംഗ് വേണം, അതുപോലെ സ്ത്രീക്ക് ഗ്യാതറിംഗ് വേണം. അങ്ങനെ ഒരു പുരുഷന് വെക്കേഷൻ വേണം, അവരുടെ ഫ്രണ്ട്സ് വേണം. അപ്പോ ഒരു പുരുഷൻ എന്തൊക്കെ ആവശ്യമുണ്ടോ, രണ്ടും ജനറ്റിക്കലി ചെറിയ വ്യത്യാസമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു ഹ്യൂമൻ എന്ന് പറയുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ്. എന്ത് വ്യത്യാസമാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ളത്? ഒരു വ്യത്യാസവും. അപ്പൊ എനിക്കത് പറയാൻ കഴിയുന്നത്, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എന്റെ ഭർത്താവിന് പോയില്ലെങ്കിൽ ഞാൻ ജിമ്മിന് പോകും. എന്നെ സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, എന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഞാൻ വളരെ മുൻഗണന കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടൊപ്പം സാഹചര്യമുള്ള ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ സ്ത്രീയുടെ സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്നത് പുരുഷനല്ല. സ്ത്രീക്കും പുരുഷനും ഒരേ സ്വാതന്ത്ര്യം ഈ ലോകത്തുള്ളൂ. ആ സ്വാതന്ത്ര്യം രണ്ടുപേർക്കും അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ, അത് ഇപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മയക്കുമരുന്ന് കച്ചവടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. അവിടെയാണ് വ്യത്യാസമുള്ളത്. എനിക്ക് എന്റെ ഫാമിലിയിൽ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എന്റെ സുഹൃത്തുക്കളെ കാണാം, എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കാം, മാന്യമായി ഇടപഴകാം, എനിക്ക് എന്റെ സുഹൃത്തുക്കളോടൊപ്പം ടൂർ പോകാം. എനിക്ക് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്കിപ്പോ ജിമ്മിൽ പോകാം. അങ്ങനെ എനിക്ക് ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കാം. ഈ സ്വാതന്ത്ര്യത്തിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ നാളെ അത് ദുരുപയോഗം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, നാളെ എനിക്ക് അതുകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എനിക്ക് നാളെ മയക്കുമരുന്ന് കച്ചവടം ചെയ്യണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകണം, അങ്ങനത്തെ അതിനെല്ലാം ഞാൻ പറയും. ഒരു ജീവിതത്തിൽ ഒരു പുരുഷന് സ്വസ്ഥമായി ജീവിക്കാൻ ആവശ്യമായ മെന്റൽ ഹെൽത്ത് അടക്കം എല്ലാ കാര്യങ്ങളും സ്ത്രീക്കും അവകാശപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാതെ എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു സ്ഥലത്തും ഞാൻ നിൽക്കില്ല കേട്ടോ. എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് ജോലി സ്ഥലത്താണെങ്കിലും എന്റെ ജീവിതത്തിലായിരുന്നാലും എന്റെ മെന്റൽ ഹെൽത്തിനെയോ എന്റെ മെന്റൽ പീസിനെയോ ബാധിക്കുന്ന സൗഹൃദത്തിലായാലും ഒന്നും എന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ അവിടെ നിൽക്കില്ല. അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അത് എന്റെ ചെറുപ്പം മുതലേ ഉള്ളത്. അതായത് 20 വയസ്സ് മുതൽ ഞാൻ അങ്ങനെ തന്നെയാണ്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഞാൻ പറയുന്നത് കുട്ടികളെ അങ്ങനെ തന്നെ വളർത്തണം. എവിടെയും അടിഞ്ഞു കൂടി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, നമുക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള ഇവിടെ ഇനിയും ഒരിക്കലും ഒരു അടിമത്വം എന്ന രീതിയിൽ സ്ത്രീകൾ അടിമകളായി ജീവിക്കുന്നതിനെ ഞാൻ എതിർക്കുകയാണ്. അത്തരം അടിമത്വ മനോഭാവത്തിന്റെ യാതൊരു ആവശ്യവും സ്ത്രീകൾക്കില്ല. വളരെ ഭംഗിയായി സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ന് സ്ത്രീകൾക്കുണ്ട്. ആ സ്വാതന്ത്ര്യം അതിനെ ദുരുപയോഗം ചെയ്യാതെ ആ സ്വാതന്ത്ര്യവുമായി മുന്നോട്ട് പോകണം. ആ സ്വാതന്ത്ര്യത്തിൽ തന്നെ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു വിഷയം വന്നാലും, നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം വന്നാലും ഒക്കെ അതിനെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവൻ നിലനിർത്താൻ, ജീവൻ പോകുന്ന വിഷയമാണെങ്കിൽ, നമ്മുടെ ജീവനും അപകടത്തിലാകുന്ന വിഷയമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി നടക്കുക തന്നെ വേണം. അത് പ്രണയത്തിലാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും. നമ്മുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ഒരു കൺസെപ്റ്റാണ് പലപ്പോഴും ഒരു വിവാഹമോചനമോ ഒരു പ്രണയ പരാജയവുമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് ഇപ്പോഴും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അടക്കം ആർക്കെങ്കിലും ഒരു പഴയ പ്രണയമുണ്ട്. ഇപ്പോ ഈ ദിയാകൃഷ്ണയാണെങ്കിലും ആ കുട്ടിക്ക് ആദ്യം ഒരു പ്രണയം ഉണ്ടായതിനു ശേഷം അവർക്ക് ഒരു പേർ വിവാഹം കഴിക്കുന്നു. പക്ഷെ അവരെ ആദ്യ പ്രണയത്തിന്റെ പേരിൽ പലരും കളിയാക്കുന്നുണ്ട്. അതിന്റെ ഒരു ആവശ്യമില്ല. പ്രണയം എന്ന് പറയുന്നത് വിവാഹം പോലെ തന്നെയാണ്. നമ്മളൊരു പ്രണയത്തിൽ അകപ്പെടുമ്പോ ആ പ്രണയത്തിൽ നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അവിടെ ഇറങ്ങി നടക്കുക തന്നെ വേണം. അതിലിപ്പോ ഒന്നോ രണ്ടോ പ്രണയിച്ചെന്നോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്ന് വെച്ചിട്ടോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ അറിയുന്ന ആളല്ല, നമ്മുടെ കൂടെ താമസിക്കുന്ന ആളല്ല, നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയോടൊപ്പമാണ് പ്രണയത്തിലാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും നമ്മൾ ഏർപ്പെടുന്നത് പലപ്പോഴും. അപ്പോൾ തീർച്ചയായിട്ടും
അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇളഞ്ഞു നടക്കാൻ തന്നെ ശീലിക്കണം. അതൊന്നുമല്ല വ്യക്തിത്വം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മറ്റുള്ളവരെ ഹാം ചെയ്യാതിരിക്കുക, പൊതുസമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് ഒരു തരത്തിലും ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് ദോഷമാകുന്ന രീതിയിലോ ആകരുത് എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രണയമോ ഒരു വിവാഹമോ പ്രണയപരാജയമോ വിവാഹ പരാജയമോ ഒന്നും തന്നെ ഒരു വ്യക്തിത്വത്തിന്റെ ഘടകങ്ങളായി മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പുകളിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് അവിടെ തുടർന്ന് അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. കൃത്യമായ രീതിയിലൂടെ സമവായത്തിലൂടെ നമുക്ക് വേർപിരിയുകയാണെങ്കിൽ അങ്ങനെ തന്നെ വേർപിരിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ധൈര്യം സ്ത്രീകളും പുരുഷന്മാരും കാണിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കും പറയാനുള്ളത്.